നമസ്കാരം സാർ. അതന്നെ CFA ആണ്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഒരു രണ്ട് വാക്ക് പറയാം സാറേ. ഞങ്ങളുടെ ചിറ്റാറിലെ ഓട്ടോക്കാരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ഫണ്ട് റേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് വയനാടിൻ്റെ മണ്ണിൽ ഞാൻ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു, അഞ്ചോളം ദിവസമാണ്. സാറിന് അറിയാമല്ലോ സംഭവങ്ങളൊക്കെ. എന്താണ് സാറിന് പറയാനുള്ളത് ഈ ഒരു? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. അതിപ്പോൾ എത്ര രൂപ എന്നുള്ളതല്ല, നമുക്കത് തരാൻ ഒരു മനസ്സാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഇങ്ങനൊരു നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ദുരന്തമാണ് കേരളം കണ്ടിരിക്കുന്നത്. ഇത്രയധികം മനുഷ്യർ മരിച്ചതും അതേപോലെ ഇത്ര ഡാമേജ് ഉണ്ടായിട്ടൊരു ദുരന്തം കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. അപ്പം ഈ ഒരു അവസരത്തിൽ എനിക്ക് തോന്നുന്നു അതിൽ നിന്നും അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റുന്നത് നമ്മളിതുപോലെ മലയാളികളുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പം ചെറുതോ വലുതോ എന്നല്ല, ഇവിടെ ചെറിയ കുടുക്ക പൊട്ടിച്ച എമൗണ്ട് മുതൽ വലിയ ലക്ഷ്യങ്ങൾ വരെ കൊണ്ടുവരുന്നത് ഒരു കോൺട്രിബ്യൂഷൻ ചെറുതല്ല. ഇതെല്ലാം നമ്മൾ കൃത്യമായ കരങ്ങളിലേക്ക് എത്തിക്കും. ഇതിനു വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാ ആശംസകളും. നമസ്കാരം സുഹൃത്തുക്കൾ. നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം നാടായ ചിറ്റാറിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വയനാടിനെ പറ്റിയാണ്, അതായത് നമ്മുടെ പത്രമാധ്യമങ്ങൾ മൊത്തം, അതായത് കേരളം ഒന്നാകെ, കേരള ജനത തന്നെയല്ല ഇന്ത്യ ഒട്ടാകെ, ലോകം മുഴുവൻ വയനാടിനെ പറ്റി ഓർത്ത് വളരെ വിലപിച്ച ഒരു സമയം. ഇപ്പോഴും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ ഇപ്പോഴും അവിടെ തെരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ നാട്ടിലെ കുറച്ച് ചങ്കുകൾ, അതായത് എൻ്റെ നാട്ടിലെ ഏകദേശം ഒരു 210ഓളം ഓട്ടോ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് കഴിഞ്ഞ ദിവസം അവരെല്ലാം കൂടെ അവർക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു പങ്കെടുത്ത് മാറ്റിവെച്ച് വയനാടിന് വേണ്ടി അവർ കളക്ടിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ സാരഥി ആരാണ് മെയിനായിട്ട് ഇതിൻ്റെ ചുക്കാൻ പിടിച്ച ആരാണ്? ഒരുപാട് ഓട്ടോ സുഹൃത്തുക്കൾ, ഇതിൻ്റെ കൂട്ടത്തിൽ വരാത്ത കുറച്ച് പേരുണ്ട്. മെയിനായിട്ട് ആരാണ് നിന്ന്? ശ്യാമേട്ടാ ഒന്ന് ഇങ്ങനെ ചോദിക്കട്ടെ. ഏകദേശം വയനാടിൻ്റെ മണ്ണിന് വേണ്ടി പത്രമാധ്യമങ്ങളിലാണ് നിങ്ങൾ കണ്ടത്. അപ്പം ഞാനൊക്കെ നേരിൽ പോയി അതെ ഒരുപാട് കാഴ്ചകൾ ഞാൻ കണ്ടതിൻ്റെ വെളിച്ചത്തിൽ ഇവരിങ്ങനെ കൈകോർത്തപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. പലരും പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും പല രീതിയിലുള്ള ഇതും അവിടെ കണ്ടു. പക്ഷേ എന്നാൽ തന്നെ ഈ ഒരു ചെറിയൊരു കൂട്ടായ്മ അവരെല്ലാം കൂടെ ചേർന്നിട്ട് അവർക്ക് ഒരു ദിവസം തുച്ഛമായ എമൗണ്ടേ അവർക്ക് കിട്ടത്തുള്ളൂ. ആ കിട്ടുന്നതിൽ നിന്ന് ഒരു ദിവസം മൊത്തം തുകയാണോ? അല്ല, ഒരാൾ ഏകദേശം ഒരു 500 രൂപ വെച്ച് മാറ്റി വെച്ച് എന്തായാലും അവർ വയനാടിന് വേണ്ടി, അവർ സ്റ്റാൻഡ് ഫോർ വയനാടിന് വേണ്ടി എല്ലാവരും കൂടി ഈ ചങ്കുകളെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്നു. നമ്മുടെ നാടിനെ കുറിച്ച് പറയുവാണെങ്കിൽ കേരളം കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റ് സംസ്ഥാനം. എൻ്റെ ഒരു വിലയിരുത്തലാണ്. നമ്മുടെ വയനാട് ആ ഒരു സംഭവം സത്യം പറഞ്ഞാൽ ജനങ്ങളെ ഒന്നാകെ കരയിപ്പിച്ച ഒരു സംഭവമാണ്. അത് കണ്ടിരിക്കാൻ പറ്റാത്ത, TV യിലായാലും നേരിട്ടായാലും കണ്ടിരിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു. നമ്മളെ കഴിയുന്ന ഒരു സഹായം ആ നാടിന് വേണ്ടി ചെയ്യണം എന്നുള്ളത്. അപ്പം നമ്മളതിനൊരു അഭിപ്രായം നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിൽ പറഞ്ഞു. അതിനകത്ത് ഏകദേശം 3/4 ഭാഗം ആൾക്കാരും നമ്മളോട് ഒന്നും പറയാതെ തന്നെ സഹകരിക്കുകയുണ്ടായി. അത് അന്നത്തെ ഒരു ദിവസത്തെ ഓട്ടം തീർത്തും നമുക്ക് കൊടുക്കാമെന്നാണ് നമ്മൾ തീരുമാനിച്ചത്. ഇവിടെ നമ്മുടെ മലയോര മേഖലയിൽ ഓട്ടം തീരെ കുറഞ്ഞ ഒരു പ്രദേശമാണ് ചിറ്റാറ്. എങ്കിൽ പോലും നമ്മളെ കൊണ്ട് കഴിയാവുന്നതിൻ്റെ പരമാവധി തുക നമ്മൾ കണ്ടെത്തി അത് നമ്മുടെ പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ കയ്യിൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ ഈ കൂട്ടായ്മയുടെ പേരെന്താണ്? നമ്മുടെ ഓട്ടോ ചങ്ങാതിമാരെന്നാണ്. ഓട്ടോ ചങ്ങാതിമാർ എന്ന പേരുള്ള ആ ഒരു കൂട്ടായ്മ പോലും നമുക്ക് നമ്മളെ സഹായിക്കാതെ, അതായത് വയനാടിനെ സഹായിക്കാതെ ഈ കൂട്ടായ്മയിൽ നിന്നും മാറി നിന്ന് അവര് ചിലപ്പോൾ അവരുടെ അവസ്ഥ കൊണ്ടായിരിക്കും അവരാൽ കഴിയുന്നത് തരാമായിരുന്നു. നമ്മളതൊന്നും കണക്കിലെടുക്കാതെ നമ്മളെ കൊണ്ട് കഴിയുന്ന തുക നമ്മൾ സമാഹരിച്ച് കളക്ടറെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കരങ്ങളിൽ എത്തുമെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവർ എന്നെ വിളിച്ചത്, ഞാനും കളക്ടർ ഓഫീസിൽ പോയിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തിൽ, അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും ഇവിടെ പൊട്ടത്തില്ല എന്ന് വിചാരിക്കുന്ന ആ ഒരു, കാരണം അവിടെ പല രീതിയിലുള്ള വാണികൾ വന്നിട്ട് പോലും ജനങ്ങൾ മാറിയില്ല. എന്തായാലും അവരെ കുറ്റം പറയുന്നില്ല. അവസ്ഥ അവരൊരു ജീവിതകാലം മൊത്തം അവർ ഉണ്ടാക്കിയതെല്ലാം കൂടെ കൊണ്ട് സ്വരൂപിച്ച് ആ വീടുകളിലെല്ലാം കൂടെ വെച്ചത് ഒരു മിനിറ്റ് കൊണ്ട് ഒലിച്ചു പോവുക. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഒലിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇനി അവർക്കൊരു പുനരുദ്ധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂടെ ചേർത്ത് പിടിച്ചെങ്കിൽ മാത്രമേ അവരിനിയും പൊന്തി വരത്തുള്ളൂ. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ചിറ്റാറിൻ്റെ മണ്ണിൽ നിന്ന് ഏകദേശം ഇവിടുന്ന് നമ്മുടെ, അതായത് ചിറ്റാറിൻ്റെ മണ്ണിൽ നിന്ന് പല രീതിയിലുള്ള വ്യാപാരി സംഘടനയായാലും പല രീതിയിലുള്ള പല ആൾക്കാരും പേഴ്സണലി ഓരോരുത്തരും
ഫണ്ടുകൾ പല രീതിയിൽ കൊടുത്തു. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഈ ഓട്ടോ ചങ്ങാതിമാരെല്ലാം കൂടെ ചേർന്നിട്ട് ഇവരെല്ലാം കൂടെ ഇത്രയും ഫണ്ട് സ്വരൂപിച്ച് കൊടുത്തതിൽ. അതിൽ പങ്കുചേരാത്തവരുണ്ട്, ചിലപ്പോൾ അവരുടെ അവസ്ഥകളായിരിക്കും. എന്തായാലും വളരെ സങ്കടമുണ്ട്. ഇനിയും പറ്റുവാണെങ്കിൽ നമ്മളെക്കൊണ്ട് ഇനിയും നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്. ഡയറക്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഇവരെ പോലുള്ള ഇതിൻ്റെ സംഘാടകർക്ക് കൊടുക്കാം. പത്തനംതിട്ട മണ്ണിൽ നിന്ന് നമ്മളെക്കൊണ്ട് കഴിയുന്ന ഞാൻ എൻ്റെ ഈ ചിറ്റാറ് സിഹത്തോട് പെരുന്നാൾ ഇങ്ങനെയുള്ള ഏരിയ തന്നിത്തോടായാലും ഇങ്ങനെയുള്ള ഏരിയയിലാണ് നമ്മൾ കൂടുതലും കറങ്ങുന്നത്. പക്ഷേ എൻ്റെ നാട്ടിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുക എന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാര്യം മനുഷ്യപ്പറ്റുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്നൂടെ കൂട്ടിച്ചേർക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യപ്പറ്റില്ലാത്ത ആൾക്കാരോട് പറയുന്നത് നിങ്ങൾക്ക് ഇനിയും കൊടുത്ത് മനുഷ്യപ്പറ്റുള്ളവരായി തീരാൻ നിങ്ങൾക്ക് ചാൻസുകളുണ്ട്. അപ്പോൾ എന്തായാലും നാളെ ഇവിടെയും വരാം എന്നൂടെ ഓർത്തോണം. കാരണം ബോഡികളിങ്ങനെ അതായത് നിലവിളിക്കുന്ന ശബ്ദങ്ങളേത് ഇപ്പോഴും എൻ്റെ കാതിൽ മുഴങ്ങുകയാണ്. കാരണം അന്നത്തെ ആ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ആ നീതു എന്ന് പറയുന്ന ആ പെൺകുട്ടിയൊക്കെ 40 പേരെ രക്ഷിച്ചതിന് ശേഷമാണ് ജീവിതത്തിൽ അതായത് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടത്. അപ്പോൾ എന്തായാലും അവരുടെയൊക്കെ മുന്നാലെ ആ ധീരയായ വനിത അത്രയും കാര്യങ്ങൾ ചെയ്തു. എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്ത ആ ഒരു നല്ല പ്രവർത്തിക്ക് പുണ്യപ്രവർത്തിക്ക് വീണ്ടും അവർ നല്ല നല്ല പ്രവർത്തികൾ ചെയ്യട്ടെ. പുതിയ വരുന്ന തലമുറയ്ക്ക് ഇതൊരു വഴികാട്ടിയായി തീരട്ടെ. ഓട്ടോ ചങ്ങാതി കൂട്ടത്തിലിരിക്കട്ടെ. ഒരു കടാകടിയൻ ലൈക്ക് കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്ത് പ്രശ്നം വന്നാലും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അതാണ് സ്റ്റാൻഡ് ഫോർ വയനാട്. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഞാനും കൊണ്ട് കൂട്ടത്തിൽ സ്റ്റാൻഡ് ഫോർ വയനാടിൻ്റെ എന്ത് ഇതിനും ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന ഞങ്ങളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഞങ്ങളുടെ നാടൊന്നാകെ പല രീതിയിലുള്ള പ്ലാറ്റ്ഫോമിൽ പലരും ചെയ്തു കഴിഞ്ഞു. ഞങ്ങൾ ഇനിയും ചെയ്യുമെന്നാണ് അവരും പറയുന്നത്. ഞാനും ഉണ്ടാകും കൂടെ. ഓക്കെ, കാണാം. ബൈ.